പോലീസുകാരെ പോലും അമ്പരപ്പിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ. രക്തബന്ധത്തിൽ ഉള്ളവരെയടക്കം അരുംകൊല ചെയ്ത അഫാനിൽ പശ്ചാത്താപത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ കണിക പോലുമില്ല എന്നതാണ് പോലീസുകാരെ പോലും അത്ഭുതപ്പെടുത്തുന്നത്. ഉറ്റവരെയടക്കം കബറടക്കം ചെയ്ത ചൊവ്വാഴ്ച രാത്രി പ്രതി സുഖമായാണ് ഉറങ്ങിയത്. യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ. കൂടപ്പിറപ്പായ അഫ്സാൻ ഉമ്മയോ വാപ്പയോ ചാരത്തില്ലാതെ ഏകനായാണ് ലോകത്തിൽ നിന്ന് യാത്രയായത്. മറ്റു ബന്ധുക്കളുടെയും പെൺസുഹൃത്ത് ഫർസാനിയുടെയും കബറടക്കം ചൊവ്വാഴ്ചയായിരുന്നു. അഫാനെ സ്നേഹിച്ചുപോയെന്ന ഒറ്റ തെറ്റിന്റെ പേരിലാണ് ഫർസാനയ്ക്ക് ജീവൻ നഷ്ടമായത്. പഠനത്തിൽ അതിസമർത്ഥയായ ഫർസാന അഫാന്റെ വാക്ക് വിശ്വസിച്ച് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ചു കാണില്ല ഉറ്റവരോട് പറയുന്ന അവസാന യാത്രാമൊഴിയാകും അതെന്ന്. അഫാൻ മയക്കുമരുന്നിന് അടിമയാണോ എന്ന് സ്ഥിരീകരിക്കാനാകാതെ കുഴങ്ങുകയാണ് ഡോക്ടർമാർ. ലഹരി കിട്ടാത്തതിന്റെ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഇയാൾക്കില്ല. മാനസികാരോഗ്യ വിദഗ്ധരും അഫാനെ പരിശോധിച്ചിരുന്നു. കൊടും പാതകത്തിലേക്ക് അഫാനെ നയിച്ചത് എന്ത് എന്ന ചോദ്യങ്ങൾക്ക് ഇനിയും വ്യക്തതകൾ വരാനുണ്ട്. അഫാൻ മെഡിക്കൽ കോളേജിൽ 4 ദിവസം കൂടി നിരീക്ഷണത്തിൽ തുടരും. എലിവിഷൻ കഴിച്ചുവെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡിലാണ് തീരുമാനം. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ അഫാൻ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല. രാസലഹരി ഉപയോഗിച്ചോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി തലമുടിയും കൈയിലെ രോമവും രക്തവും മൂത്രവും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. 1 മാസമായി താൻ മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നുമാണ് പ്രതി നേരത്തെ നൽകിയ മൊഴി. അന്വേഷണ സംഘത്തിന്റെ അതീവ സുരക്ഷാ വലയത്തിലാണ് അഫാൻ ഉള്ളത്. കേരള പോലീസ് ഇതുവരെ കൈകാര്യം ചെയ്ത കൂട്ടക്കൊലപാതക കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല. ഇരകളെയെല്ലാം ഒന്നിച്ചു കൊലപ്പെടുത്തുന്ന രീതിയാണ് ഭൂരിഭാഗം കേസുകളിലും ഉള്ളത്. എന്നാൽ വെഞ്ഞാറമൂട് കേസിൽ പ്രതി അഫാൻ ഒരു പകൽ മുഴുവൻ നീണ്ട ആക്രമണ പരമ്പരയിലൂടെയാണ് 3 ഇടങ്ങളിലായി 5 പേരെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിനായി ഇയാൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. കൊലപാതകങ്ങൾക്ക് ഇടവേളകൾ എടുക്കുകയും വിശ്രമിക്കുകയും മദ്യപിക്കുകയും ചെയ്തു. അരുംകൊലകൾക്ക് ശേഷം കുളിച്ച് വസ്ത്രം മാറിയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത്. ക്രിമിനൽ പശ്ചാത്തലമോ സമൂഹത്തിൽ മുൻപ് പ്രശ്നങ്ങളോ സൃഷ്ടിക്കാത്ത അഫാൻ എങ്ങനെ ഈ രീതിയിൽ പെരുമാറി എന്നതിന് പോലീസിനും വ്യക്തതയില്ല. അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ ആഴം കണ്ടെത്താൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. കടം നൽകിയവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 12 പേർക്ക് വൻ തുകകൾ നൽകാനുണ്ട്. കൂടാതെ ചിട്ടിപിടിച്ച തുകകളും തിരിച്ചടയ്ക്കാനായിട്ടില്ല. പണം കടം വാങ്ങി തിരിച്ചും മറിച്ചും നൽകിയാണ് ഇതുവരെ പിടിച്ചു നിന്നത്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞതോടെ പലരും പണം നൽകാതെയായി. ഫർസാനിയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു. മാലയ്ക്ക് പകരമായി മുക്കുപണ്ടം നൽകുകയായിരുന്നു. ഈ മാല തിരികെ എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ജീവിതവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. അത്രമാത്രം സാമ്പത്തിക ബാധ്യതയുണ്ട്. അതിനാലാണ് ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയപ്പോൾ അഫാൻ നൽകിയ മൊഴി. പോലീസിന്റെ അന്വേഷണവും കണ്ടെത്തിയ തെളിവുകളും അഫാന്റെ വാദം ശരിവെക്കുന്ന തരത്തിലാണ്. ഉമ്മയെ ആക്രമിച്ച ശേഷം അഫാൻ നേരെ പോകുന്നത് പാങ്ങോടുള്ള അമ്മൂമ്മയുടെ വീട്ടിലേക്കായിരുന്നു. 9 മിനിറ്റിനുള്ളിൽ അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തി മാലയെടുത്ത് തിരികെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് വരികയായിരുന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങിയെന്ന് പോലീസ് പറയുന്നു. ഇതിൽ നിന്നും 40,000 രൂപ ഫെഡറൽ ബാങ്കിലെ സ്വന്തം അക്കൗണ്ട് വഴി കടം വീട്ടുകയാണ് അഫാൻ ചെയ്തത്. ഇതിനുശേഷമാണ് അടുത്ത കൊലപാതകങ്ങൾക്കായി എസ്എൻ പുറത്തുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തുന്നതും പണം ചോദിച്ച ശേഷം സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നതും. അഫാന്റെ മാതാവ് ഷെമിക്ക് 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അഫാന്റെ മൊഴിയെടുത്ത് സ്വന്തം നിലയിൽ കണ്ടെത്തി വിവരങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടറുടെ സമ്മതപ്രകാരം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മൊഴിയെടുക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും അഫാന്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു. ഇന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അഫാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിനും കത്ത് നൽകി. കൂട്ട ആത്മഹത്യക്ക് വഴിതേടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നുവെന്ന അഫാന്റെ മൊഴി സ്ഥിരീകരിക്കാനാണ് ഇത്. അതേസമയം വെഞ്ഞാറമൂട് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 3 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും മാതാവിനെ മാരകമായി ആക്രമിക്കുകയും ചെയ്ത ശേഷം 3 മണിയോടെയാണ് വെഞ്ഞാറമൂട് ജംഗ്ഷന് സമീപത്തെ ബാറിലെത്തി മദ്യപിക്കുകയും 1 കുപ്പി മദ്യം വാങ്ങി പുറത്തുപോകുകയും ചെയ്തത്. 3:32 പെൺസുഹൃത്ത്
മുക്കുന്നൂർ പെട്രോൾ പമ്പിന് സമീപത്തുകൂടി കാവറ ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് നടന്നുവരുന്ന ദൃശ്യത്തിലുള്ളത്. 3:40 അഫാൻ ഈ റോഡ് വഴി വരുന്നതും പെൺകുട്ടിയെ കയറ്റിക്കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. 10 മിനിറ്റിനുള്ളിൽ പെൺകുട്ടിയെ വീട്ടിൽ എത്തിച്ച ശേഷം മുകളിലത്തെ മുറിയിൽ വിശ്രമിക്കാൻ പറഞ്ഞു. 3:50 അനിയൻ അഫ്സാൻ വീട്ടിലെത്തി. അനിയനെ ഓട്ടോയിൽ കുഴിമന്തിക്കടയിൽ എത്തിക്കാൻ ഡ്രൈവറോട് പറഞ്ഞു. അനുജൻ കുഴിമന്തിക്കടയിലെത്തിയ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സമയം അഫാൻ കാമുകിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നിഗമനം. അഫ്സാൻ 4:17 കടയുടെ മുന്നിൽ നിൽക്കുന്നതും കാണാം. 4:35 വീട്ടിൽ എത്തിച്ചിട്ടാകാം അഫ്സാനെയും അഫാൻ കൊലപ്പെടുത്തിയത് എന്നാണ് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നൽകുന്ന വിവരം. കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക, എലിവിഷത്തിന്റെ ബാക്കി തുടങ്ങിയവ പോലീസ് പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂര കൊലപാതകത്തിന്റെ പരിപൂർണ ചിത്രം വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ്.